അയച്ചത്? അതെ. മാറ്. നിക്കടി സഞ്ജന, കോൾ കിട്ടുന്നില്ലല്ലോ. ഇന്ന് ഏട്ടൻ മോൾക്ക് വേണ്ടി വിവാഹാലോചന കൊണ്ടുവന്നതിനെ പറ്റി എന്താ തന്റെ അഭിപ്രായം? അങ്ങനെ കൊണ്ടുവന്നാലും സഞ്ജു അതിന് സമ്മതിക്കില്ലല്ലോ. പക്ഷേ അവൾക്കൊരു തുണ വേണ്ടേ? അവൾക്ക് എന്ത് പ്രായമുണ്ട്? 23 വയസ്സല്ലേ ഉള്ളൂ. ഇനിയും ഉണ്ട് അവൾക്ക് ജീവിതം മുന്നിൽ. അതുകൊണ്ട് എന്ത് വേണമെന്നാ താൻ പറഞ്ഞു വരുന്നേ? ഞാൻ വീണ്ടും വീണ്ടും അമ്മ അത് പറയുന്നില്ല. അത് വേണ്ട. ഈ കുഞ്ഞ് മറ്റാരുടെയോ. ഒരു ദിവസം മറ്റൊരു വീട്ടിൽ പോകേണ്ടവൾ. ഞാൻ ഒരുപാട് അടുത്ത എനിക്ക് പിരിയാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് വേണ്ട. എന്റെ മോള് എന്റെ വീട്ടിൽ തന്നെ നിൽക്കണം. എന്നാൽ എന്റെ മോൾക്കൊരു ജീവിതവും ഉണ്ടാകണം. അങ്ങനെ ഒരാളെ കിട്ടുമായിരുന്നെങ്കിൽ, എന്റെ ചോൽപ്പടിക്ക് നിൽക്കുന്ന എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരുത്തനെ കിട്ടുമായിരുന്നെങ്കിൽ. എക്സ്ക്യൂസ് മീ സാർ. സഞ്ജു, എന്താ ഏട്ടാ, എന്തിനാ ബഹളം വെക്കുന്നേ? ഇങ്ങ് വാ. മോൾ ഇന്ന് ആശ്രമത്തിൽ പോയിരുന്നോ? പോയി. എന്താ? പോയിട്ട് എന്താ അവിടെ ഉണ്ടായത്? എന്തുണ്ടാകാൻ? ഞാൻ കുഞ്ഞിന്റെ പേരിലെ ചടങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പോകലെന്ന്. പിന്നെ ആ കൊച്ചിന്റെ പേരിടയിലൊക്കെ എന്തിനാ നടത്തുന്നേ? ഞാനിപ്പോ അവിടെ പോയാലെന്താ? കാര്യം പറയാതെ ഏട്ടൻ ഇങ്ങനൊക്കെ പറഞ്ഞ ഞാൻ ഇനിയും പോകും. നീ ഞാൻ പറയുന്നത് കേക്കില്ലേ? ഏട്ടൻ കാര്യം പറ. ന്യായമായ കാര്യമാണ്, ഞാൻ അനുസരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇനിയും പോകും. നീ ഇത്രയായിട്ടും ആ ഹരിയുടെ ഓർമ്മയൊന്നും ഇല്ലാണ്ടാക്കില്ലല്ലേ? എന്താ പറഞ്ഞ?